ആർക്കും എന്തും കാണിച്ചിട്ട് ഓടിക്കേറാൻ പറ്റുന്ന ഒരു സംഘടനയായി താരസംഘടനയായ അമ്മ മാറിയെന്ന് നടൻ വിജയകുമാർ. ആരൊക്കെ മറച്ചു വെച്ചാലും പുറത്തു വരേണ്ട കാര്യങ്ങൾ വരിക തന്നെ ചെയ്യുമെന്നും നടൻ പറഞ്ഞു. സിനിമാ സംഘടനയായ അമ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നിരീക്ഷിക്കാറുണ്ട്. ഇതിന്റെ തുടക്കം മുതൽ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. മുതിർന്ന താരങ്ങളായ സുകുമാരൻ ചേട്ടനൊക്കെ ഉള്ളപ്പോൾ മുതൽ ഇപ്പോൾ രചന നാരായണൻകുട്ടിയും ശ്വേതയും ഒക്കെ അമ്മയുടെ തലപ്പത്ത് വരുമ്പോൾ സംഘടനയുടെ പ്രവർത്തനത്തെ മൗനമായി നോക്കിക്കാണുകയാണ്. ഹേമ കമ്മിറ്റി വരുന്നതിന് മുൻപ് അമ്മ പെണ്ണുപിടിയന്മാരുടെ സംഘടനയാകുമെന്ന് പരസ്യമായി വിമർശിച്ചയാളാണ് താൻ. എന്റെ ഒരു കാര്യം വന്നപ്പോൾ അമ്മ എന്നെ സഹായിച്ചിരുന്നില്ല. ആ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അമ്മ പെണ്ണുപിടിയന്മാരെയൊക്കെയാണല്ലോ സഹായിക്കുന്നതെന്ന് ഞാൻ മറുപടി നൽകിയിട്ടുണ്ട്. വിജയ് ബാബു പീഡന വിഷയത്തിന്റെ സമയത്തായിരുന്നു അത്. എന്റെ പ്രതികരണത്തെ കുറിച്ച് സംഘടനയിലെ ചിലർ ചോദിച്ചിരുന്നു. അവർക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് കാര്യങ്ങൾ പറഞ്ഞത്. നരസിംഹം കഴിഞ്ഞ് മമ്മൂട്ടിയുടെ കൂടെ ഞാൻ ദുബായ് എന്ന സിനിമ ചെയ്തിരുന്നു. അത് കഴിഞ്ഞാണ് വല്യേട്ടൻ ചെയ്യുന്നത്. ഇവർ വലിയ വിഗ്രഹങ്ങളല്ലേ, അവരുമായി കൊളാബറേറ്റ് ചെയ്ത് നിന്നാലല്ലേ നല്ല കെമിസ്ട്രി കിട്ടുകയുള്ളൂ. മമ്മൂക്ക നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരും, കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ആ മമ്മൂക്ക ഇപ്പോൾ മാറി. ഇപ്പോൾ മമ്മൂക്കയ്ക്ക് വിനായകനും ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെയാണ് വേണ്ടത്. വല്യേട്ടന്റെ സെക്കൻഡ് പാർട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബൈജു ചേട്ടനോട് പറഞ്ഞു, നമ്മളെയൊന്നും ഇടാൻ മമ്മൂക്ക സമ്മതിക്കില്ല. മിനിമം വിനായകൻ, ഷൈൻ ടോം ചാക്കോയും ഒക്കെ വേണ്ടിവരും. മമ്മൂക്കയ്ക്ക് എന്താണെന്ന് അറിയില്ല, പ്രശ്നക്കാരോട് ഒരു ഇഷ്ടം കൂടുതലാണ്. ഷാജി സാറിന്റെ കൂടെ നിരവധി സിനിമകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 4K ഇറങ്ങുമ്പോൾ നിനക്ക് കൊയ്ത്താകുമല്ലോ എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു. കാരണം ലേലം, പത്രം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരണമല്ലോ.